പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്കാജനകമായ രീതിയിൽ പടരുകയാണ്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരാൾക്ക് കൂടി ഞായറാഴ്ച രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 8 ആയി. വയനാട് നടവയൽ സ്വദേശിക്കാണ് ഏറ്റവും പുതുതായി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ ജലത്തിലൂടെ മാത്രം പകരുന്ന രോഗമെന്ന് കരുതിയിരുന്ന ഈ മസ്തിഷ്ക ജ്വരം ഇപ്പോൾ ശ്വസനത്തിലൂടെയും മണ്ണ്, പൊടി, ചെളി എന്നിവയിലൂടെയും പകരുമെന്ന് വിദഗ്ധ ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നത് രോഗവ്യാപനത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. 3 ദിവസം മുമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുൽത്താൻ ബത്തേരി സ്വദേശിക്ക് കഴിഞ്ഞ മാസം അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. മറ്റ് അസുഖങ്ങളുമായി എത്തിയ ഇദ്ദേഹത്തിന്റെ രോഗം ഭേദമാവാത്തതിനെ തുടർന്നാണ് സ്രവം പരിശോധനയ്ക്ക് അയച്ചത്. ഇപ്പോൾ 8 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലുമായി ചികിത്സയിലുള്ളത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് താമരശ്ശേരി കോരങ്ങാട് ആനപ്പാറപ്പൊയിൽ അനയ എന്ന കുട്ടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടിരുന്നു. ഇത് ഈ രോഗത്തിന്റെ തീവ്രതയിലേക്കും അപകടകരമായ അവസ്ഥയിലേക്കും വിരൽ ചൂണ്ടുന്നു. നിലവിൽ ചികിത്സയിലുള്ള രോഗികൾ 7 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, ഓമശ്ശേരിയിൽ നിന്ന് 3 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്, മലപ്പുറം കാപ്പിൽ കരുമറ്റ സ്വദേശിനി, മലപ്പുറം ചോളേരിയിലെ 14കാരി, മലപ്പുറം പുല്ലുപറമ്പ് സ്വദേശിനി, കോഴിക്കോട് അന്നശ്ശേരി സ്വദേശി, സുൽത്താൻ ബത്തേരി സ്വദേശി, വയനാട് നടവയൽ സ്വദേശി എന്നിവരാണ്. ഇവരിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമാണെന്നും വെന്റിലേറ്ററിൽ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. മറ്റുള്ളവരുടെ നിലയിൽ ആശങ്കപ്പെടാനില്ലെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും രോഗികളുടെ എണ്ണത്തിലുള്ള വർധനവ് ആരോഗ്യ വകുപ്പിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ജലത്തിലൂടെ പകരുന്ന രോഗമായാണ് പരമ്പരാഗതമായി കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാർ പുതിയ കണ്ടെത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ജലം കൂടാതെ ശ്വസനത്തിലൂടെയും ശരീരത്തിൽ കടന്നേക്കാവുന്ന പൊടി, മണ്ണ്, ചെളി എന്നിവയിലൂടെയും രോഗം പകരാമെന്ന് അവർ പറയുന്നു. പരാതത്തിന്റെ അംശങ്ങളോ ഭാഗങ്ങളോ മണ്ണിലൂടെയോ പൊടിപടലങ്ങളിലൂടെയോ ശരീരത്തിലേക്ക് എത്താം. ഈ രോഗത്തിന് കാരണമാകുന്ന അമീബയുടെ പുതിയ വകഭേദങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ രോഗപ്രതിരോധ മാർഗങ്ങളെ കുറിച്ച് പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ശ്വസനത്തിലൂടെ പോലും അപകടകരമായ അമീബകൾ ശരീരത്തിലെത്താം എന്ന വിവരം കൂടുതൽ ശ്രദ്ധയോടെ ഇരിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നിപ്പറയുന്നു. ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ കുളിക്കുമ്പോഴും കെട്ടിക്കിടക്കുന്ന ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളമുള്ള സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമ്പോഴും മാത്രമാണ് രോഗം പകരുന്നു എന്ന പഴയ ധാരണ തിരുത്തപ്പെടുകയാണ്. ഇത് രോഗം പകരുന്ന വഴികളെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ധാരണയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. നെഗ്ലേരിയ ഫൗലേറി, അക്കാന്ത അമീബ, സാപ്പിനിയ, ബാലമുത്തിയ വെർമബീബ എന്നീ അമീബ വിഭാഗങ്ങളിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നത്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലൂടെയുള്ള സുഷിരങ്ങളിലൂടെയോ കർണപുടത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ അമീബകൾ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നിലനിൽക്കും. ചൂട്, അണുനാശിനി, അൾട്രാവയലറ്റ് രശ്മികൾ എന്നിവയെ പോലും ഇവ അതിജീവിക്കാനുള്ള കഴിവ് പ്രകടിപ്പിക്കുന്നു. സാധാരണയായി വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലരുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. അണുബാധ ഉണ്ടായാൽ 1 മുതൽ 9 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. നേരത്തെ ചികിത്സിച്ച രോഗം ഭേദമാകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നത് ആശ്വാസകരമായ കാര്യമാണ്. എന്നിരുന്നാലും രോഗം ഗുരുതരമാകാതിരിക്കാൻ സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും അത്യന്താപേക്ഷിതമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം തടയുന്നതിന് പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കെട്ടിക്കുളിക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും ക്ലോറിനേറ്റ് ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളുകൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം. കുളിക്കുമ്പോഴും മറ്റും മൂക്കിലൂടെ വെള്ളം കയറുന്നത് ശ്രദ്ധിക്കണം. മണ്ണ്, പൊടി, ചെളി എന്നിവയുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാനും ശ്രമിക്കണം. പരിസരം ശുചിയായും വരണ്ടതായും സൂക്ഷിക്കുന്നത് രോഗാണുക്കളുടെ വ്യാപനം തടയാൻ സഹായിക്കും. പനി, തലവേദന, കഴുത്തുവേദന, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും രോഗപ്രതിരോധത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ രോഗത്തെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ വ്യക്തിഗത ശുചിത്വത്തിനും പരിസര ശുചിത്വത്തിനും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്.